വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ദാനധർമ്മം ചെയ്യാൻ ഒരാൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ദാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരേറ്റവും വിജയിച്ചവരാണ്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ദാനം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അള്ളാഹു തരണം. അത് അള്ളാഹുവിനോട് ഔദാര്യം തരാൻ വേണ്ടി പറയാ, അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക് വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. പടച്ചവനെ, ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം തരണേ പടച്ചവനെ. സമ്പത്ത്, സമ്പാദ്യം, വരുമാനം, ശമ്പളം, ഇതൊക്കെ പ്രവാസികളായ ആളുകളും നാട്ടിലുള്ളവരും എല്ലാവരും ഒരേപോലെ, എല്ലാ മനുഷ്യരും ഒരേ ഭാഷയിൽ മനസ്സിലാക്കുന്ന കാര്യം. ജീവിക്കാൻ വരുമാനം വേണം, ജോലി വേണം, കച്ചവടം വേണം. റിസ്ക് എന്നത് അള്ളാഹു നൽകാൻ ചില കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടത് ഒന്ന് നിസ്കാരമാണ്. വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹ നഹ്നു നർസുഖുക. അള്ളാഹു തആല പറയാ, വീട്ടുകാരും നിങ്ങളും നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോൾ അള്ളാഹു തആല റിസ്ക് തരും. പിന്നെ പറഞ്ഞു, ഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് തരും, മക്കളെ തരും, ആരോഗ്യം തരും. എന്ത് വേണം? അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് അസ്തഗ്ഫിറുല്ലാഹ് അത്ര ചൊല്ലിയാലും മതി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അങ്ങനെ പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാറിൻ്റെ വചനങ്ങൾ വർദ്ധിപ്പിക്കുക, അള്ളാഹു സമ്പത്ത് നൽകും. മൂന്നാമത്തേത് 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് നിസ്കാരമാണ്, രണ്ടാമത്തെ ഇസ്തിഗ്ഫാറാണ്, മൂന്നാമത്തേത് സ്വതക്കയാണ്, ദാനധർമ്മം ചെയ്യുക. ദാനധർമ്മം മാ നഖസത് സ്വതഖത്തും മിൻ മാൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ദാനം കൊണ്ട് ആ മനുഷ്യരൊരിക്കലും സമ്പത്തിൽ കുറവ് വരുന്നില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് ബറക്കത്താണ്. അതുകൊണ്ട് ബറക്കത്ത് അല്ലാഹു നൽകിയിരിക്കും. ഈ വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വതക്ക ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആകാശങ്ങ് പോയി കിട്ടും. അള്ളാഹു എനിക്ക് പകരം തരും, എനിക്കല്ലാഹു ജസാ തരും, എനിക്കല്ലാഹു പ്രതിഫലം തരും എന്ന പ്രതീക്ഷയിൽ ഞാൻ ചെലവഴിക്കുന്നത് കൊണ്ട് എൻ്റെ സമ്പത്ത് കുറയുന്നില്ല. അതാര് പറഞ്ഞു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യണം. ആ ദാനം എനിക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. നമുക്ക് പറ്റുന്നത് വെച്ച് കൊടുത്തേക്ക്, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ കൊടുത്തേക്ക്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ എളാപ്പയുടെ മോനാണ്, വലിയ ആലിമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഖുർആൻ പണ്ഡിതൻ, നമ്മൾ കേൾക്കുന്ന സ്വഹാബിയല്ലേ. ഒരു പെണ്ണ് മഹാനവറുടെ അടുത്ത്, മഹാനവറുകൾക്ക് ഒരു ഗ്ലാസ്, ഒരു കപ്പ് മൺപാത്രത്തിൽ ഇച്ചിരി കുടിക്കാൻ പറ്റുന്ന പാല് മഹാനവറുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. മഹാനവറുടെ ഒരു പാവപ്പെട്ട ഉമ്മ കൊണ്ടുപോയി കൊടുത്തതാ.